ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഒരു ഹോം ടൂറായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം ടൂർ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളൊരു കൈപ്പയ്ക്ക ചെടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളെ കൈപ്പയ്ക്ക ചെടിയിൽ കണ്ട 2 കൈപ്പയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടോ? ഇതൊരിക്കട്ടെ, ഇതാണ് നമ്മളെ കൈപ്പയ്ക്ക ചെടി. ഇതിങ്ങനെ ഇത്ര വലുതാണ്, അത് 2 കൈപ്പയ്ക്ക. പിന്നെ നമ്മളുടെ ഒരു മീൻകുളമുണ്ട്. നമ്മളെ മീൻകുളം ഇതാണ്. ഇതിൽ കുറേ മീനുകളുണ്ട് ഗൈസ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇത്ര കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, വലിയ വാളകളുണ്ട്, ഒരു പുലിവാഹയുണ്ട്, ഗൗരാമിയുണ്ട് ഈ കുളത്തിൽ. ഇത് വലിയൊരു കുളമാണ്. പിന്നെ ഇത് നമ്മളുടെ മുന്തിരിച്ചെടിയാണ് ഗൈസ്. മുന്തിരിച്ചെടി കുറച്ച് ഉണങ്ങിയാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വാടാണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മുന്തിരിച്ചെടി. പിന്നെ അടുത്തായിട്ട് നമ്മളെ മംഗസ്റ്റിൻ്റെ മരമാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മളെ മംഗസ്റ്റിൻ്റെ മരം. ഗൈസ്, അടുത്തതായിട്ട് നമ്മളൊരു പേരക്കയുടെ മരമാണ് ഇത്. അതിൻ്റെ അപ്പുറത്തൊരു പേരക്കയുടെ മരം തന്നെ. അതിൻ്റെ മുകളിൽ അടയ്ക്കയുടെ മരമാണ്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് ഞാൻ റംബൂട്ടാൻ്റെ മരമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് റംബൂട്ടാൻ്റെ മരമാണ്. ഇപ്പം സീസണായിട്ടില്ല, സീസണാകുമ്പോൾ അത് ഇങ്ങനെ കായകൾ വന്നു കൊടുക്കും. അതിൽ ഒരു കുഞ്ഞു. ഇത് നമ്മളെ മാവാണ് ഫ്രണ്ടിലുള്ള. ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ടിലത്തെ കുറച്ച് ചെടികൾ, കണ്ടോ? നിങ്ങളിതൊക്കെ കാണുക, ഞാൻ ഓരോ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇത് മിൻറ്റ് ലീഫില്ലേ, മറ്റേ പുതിനല, അതാണിത്. നല്ല മണമാണ്. പിന്നെ കച്ചാർ വാഴയുണ്ട്. പിന്നെ ഇവിടുത്തെ അച്ചാച്ചൻ ഒരു പ്ലാന്റ് പുതിയതായിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മാവിൻ്റെ തെയ്യും. പിന്നെ ഇത് വേറെ ഏതോ തൈയുണ്ട്. പിന്നെ ഇതിലും വേറെ ഏതോ ഒരു പപ്പായയുടെ തൈ, ഒരു വേറെ തൈയുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടെ ബാക്കിയെ പോണതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഞാൻ എൻ്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. കണ്ടോ? ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും കാണാൻ. കണ്ടോ? ഇതാണ് ഞങ്ങൾ പറമ്പ്. ഇതാണ് ഞാൻ ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. കണ്ടില്ലേ? അപ്പം ഇത്രയും ഭാഗം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളൊരു സപ്പോട്ട മരമാണ്. ഇതൊരു പ്ലാവാണ്, ഒരു മാവ്. ഇതാണ് നമ്മളെ വീട് ഗൈസ്. ഒരു കുഞ്ഞ ലുക്കിൽ കാണാൻ നമ്മളെ വീട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഗൈസ്, ഇവിടെ ഒരു പപ്പായ മരം ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് ഈ സ്പേസിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നത് വെട്ടി. അതിന് പകരം അച്ചാച്ച ഇവിടെ എന്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതിൻ്റെ ചുറ്റിങ്ങനെ വെച്ച് പോയിക്കണാണ്. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. ഇവിടെ പേരക്കയുടെ ചെടിയുണ്ട് ഗൈസ്. ഈ പേരക്കയിൽ അങ്ങനെ കായ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പേരക്ക കണ്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണാണ്ട്. ഇതാ ഒരെണ്ണം ഇവിടെ കണ്ടു നിൽക്കുന്ന. പിന്നെ ഇതാ നാരങ്ങയുടെ മരമാണിത്. ഇതും നാരങ്ങ തന്നെയാണ്. രണ്ടും വേറെ വേറെ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ലൂബിക്ക. പിന്നെ ഇതിൽ കുറേ വേർഡ്സായിട്ട് വരും. ജൂബിക്ക എന്ന് പറയും ചിലവർ.
പിന്നെ വേറൊക്കെ ഉണ്ട്. അത് കണ്ടോ, പച്ചലൂബിക്കും പഴുത്തതുണ്ട്. നമുക്കൊരു പഴുത്തത് കാണാൻ പോവാം. പഴുത്ത ലൂബിക്ക് ഇവിടെ ഉണ്ടായിരുന്നതാ, നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു കുഞ്ഞ് പഴുപ്പായിട്ടുള്ള ലൂബിക്കാണ്. അടിയിൽ നിറച്ച് കിടക്കുക, കുറേ കിളി കുത്തിക്കളഞ്ഞു. ഇതൊക്കെയാണ് ഈ ലൂബിക്ക. അവിടെ നിറച്ചുണ്ട് ഗൈസ്. അങ്ങനെയായിട്ടൊന്നുമില്ല ഇവിടെ. ലൂബിക്ക കുറേ പ്രാണികൾ കണ്ടോ, എടുത്തൊന്ന് തീർത്ത്. പഴുത്തതൊക്കെ താഴെ വീണ് കിടക്കണ. ഇവിടെ ഒരു മാവുണ്ട്. ഇനി ഇവിടെയൊക്കെ വാഴയാണ്. വാഴകളിൽ കുറേ ഉണ്ട്. ഇങ്ങനെ നിരത്തി വാഴയും പ്ലാവും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം. അതൊരു നാരങ്ങയുടെ തൈയാണ്. വാഴയിൽ ഒരു കൊലക്കുന്നുണ്ട്, നമുക്ക് കാണിച്ചു. ഇവിടെ മാത്രമല്ല അപ്പുറത്തതിലുണ്ട്. ഇത് പഴുത്താൽ നമുക്ക് തിന്നാൻ പറ്റും. എവിടെയുണ്ട് ഈ മണ്ണിൽ. പിന്നെ ഇവിടെ കുറച്ച് വാഴക്കൃഷികളുണ്ട്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു. കണ്ടത് ഇങ്ങനെ കുറേ ഇവിടെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കാടായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല പുളിമല പറ്റിയിരുന്നു, ആദ്യത്തെ പുളികളാണ്. ഇതുമ്മ കുറേ കിടക്കുന്നുണ്ട്, നിറച്ചു പുളിയാ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ആ മോളിൽ നിന്ന് കാണിച്ച ആ സ്ഥലം തീർന്നതാണ് അതിൻ്റെ എൻഡ്. ഈ പറമ്പ് ഇത്ര ഉള്ളു, പിന്നെ അപ്പുറത്തെ സൈഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അടുത്ത പറമ്പിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു കുഞ്ഞ വഴിയുണ്ട് കേട്ടോ. അവിടെ നമുക്ക് അടുത്ത പറമ്പിൽ പോവാം. ഇവിടെ അല്ല കേട്ടോ, അപ്പുറത്തെ വഴി. ഗൈസ് ഇവിടെയുണ്ട്. അപ്പുറത്തെ പറമ്പിൽ ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. വാഴയുണ്ട് ഇവിടെ, വെറൈറ്റി ആയിട്ടൊരു സാധനമുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലോസർ വിഷ്വൽ എടുത്തു തരാം. ഗൈസ് കണ്ടാണ്, ഗൈസ് ഇത് അണ്ണനെ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കൊക്കോ മരമുണ്ട്. ഇതൊരു കൊക്കോ മരമാണ്. ഇതിൽ ഒരു കൊക്ക ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കണ്ടോ ഒരു കൊക്കോ, ഇതൊരു കൊക്കയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കൊക്കോ മരം. അപ്പോൾ ഇവിടെ അധികം നടക്കാൻ എനിക്ക് പേടിയാണ്. നമുക്ക് അപ്പോൾ പുറത്ത് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും വരും. ഇതാണ് ഇവിടെ. പിന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ജാതിക്ക മരം. പുറത്ത് കിടക്കാൻ കുറച്ച് പാടുണ്ട്. ഇവിടെ ഒരു ജാതിക്ക മരമുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. ഇനി അപ്പുറത്ത് ഒരു പാറമടി ഉണ്ട്, അവിടെ അത് കാണിക്കാൻ പറ്റുമെങ്കിൽ. അവിടെ ഞാൻ പോവാറില്ല, അമ്മമ്മയുടെ കൂടെ ആരെയും കൂടെ പോവാറുള്ളൂ.
ഗൈസ് നമ്മളൊരു കിളീനെ നോട്ട് ചെയ്തിട്ടുണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചമ്പോത്തൊന്ന് വിളിക്കുന്നേ നമ്മൾ ഒരു സോറി ഒരു മരമുണ്ട്. പിന്നെതാ ഇവിടെ വവ്വാല് കണ്ടോ ഗൈസ്, വവ്വാല് ഇതാ. പിന്നെ ഇവിടെ തേങ്ങ ഉണ്ട് കേട്ടോ, തെങ്ങി നിറച്ച തേങ്ങയാണ്. അവിടെയൊക്കെ തേങ്ങ ഉണ്ട്. സീനറി ഉള്ള സ്ഥലമാണ്. അടയ്ക്ക് പറിക്കാനിതാ ഞാൻ പറിച്ച് കാണിച്ചിട്ടല്ലോ. നമ്മളൊരു അടയ്ക്ക പറിച്ചു ഗൈസ്. ഇനിയുണ്ട് ഞാൻ പറിക്കണ. ഇത് കയ്യെത്താ ദൂരത്തുണ്ട് അടയ്ക്കാണ്. നമുക്കൊരു അടയ്ക്ക കിട്ടി. നമുക്ക് ഈ പറമ്പിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കി അവിടെ ഫുൾ കാടാണ്, അടയ്ക്കാൻ പോകാറില്ല. ഇനി ഞാൻ എൻ്റെ ഒരു കളി